എറണാകുളത്ത് ദേശീയപാതയിൽ പ്രധാന അപകടക്കണിയായി മാറുന്ന ഒരിടമാണ് വരാപ്പുഴ പാലം. സ്ഥലത്ത് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടും അപകടവും മരണവും വർദ്ധിക്കുകയാണ്. ഡ്രൈവർമാരുടെ അശ്രദ്ധയും ബസ്സുകളുടെ മരണപ്പാച്ചിലുമാണ് അപകടം വർദ്ധിക്കാൻ കാരണമെന്നാണ് നാട്ടുകാരും പറയുന്നത്. പലതവണ വരാപ്പുഴ പഞ്ചായത്തും മോട്ടോർ വാഹന വകുപ്പും കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടും ഫലമൊന്നും ഉണ്ടായിട്ടില്ല. ദേശീയപാതയായ ഇടപ്പള്ളിയെയും കൊടുങ്ങല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന 500 മീറ്റർ നീളമുള്ള ഈ വരാപ്പുഴ പാലം എന്നും അപകടങ്ങൾ പതിവാണ്. കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളും സുരക്ഷാ ബോർഡുകളും പല ആവർത്തി മോട്ടോർ വാഹന വകുപ്പും അതോടൊപ്പം തന്നെ ഈ വരാപ്പുഴ പഞ്ചായത്തും മുൻകൈയെടുത്ത് സ്ഥാപിച്ചുവെങ്കിലും ഇപ്പോഴും അപകടത്തിന് ഒരു കുറവുമില്ല. ഈ പാലത്തിൽ മാത്രം ഇതുവരെ മരിച്ചത് 27 പേരാണ്. 500-ലധികം അപകടങ്ങൾ. ആ അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നവരും ഇപ്പോഴുമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ റോഡുകളിൽ ഇത്രയേറെ അപകടങ്ങൾ വർദ്ധിക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം നൽകാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ആളുകളുടെ അശ്രദ്ധമായിട്ടുള്ള യാത്ര, പ്രധാനമായും ഈ റോഡിൽ അപകടത്തിനിരയാകുന്നത് ഇരുചക്ര വാഹനക്കാരായിരിക്കും. ഒന്നാമത് ഈ പാലത്തിൽ എപ്പോഴും കുണ്ടും കുഴിയുമാണ്. അമിത വേഗതയിലെത്തി ഈ കുണ്ടും കുഴിയിലേക്കും തെറിച്ചു വീഴുന്ന യുവാക്കൾ അല്ലെങ്കിൽ ഇരുചക്ര വാഹന യാത്രികർ, അവർക്ക് മുകളിലൂടെ പാഞ്ഞു വരുന്ന ബസ്സോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ കയറിയിറങ്ങിയായിരിക്കും ഭൂരിഭാഗം അപകടങ്ങളും ഉണ്ടാകുന്നത്. മറ്റൊന്ന് ഓവർടേക്കിംഗ്. ഈ പാലത്തിൽ കൃത്യമായി CCTVകൾ ഉണ്ടെങ്കിൽ പോലും അപകടകരമായ രീതിയിൽ ഓവർടേക്ക് ചെയ്തു വരുന്നവരുടെ എണ്ണത്തിലും യാതൊരു കുറവുമില്ല. ഈ AI ക്യാമറ വരെ സ്ഥാപിച്ച ഒരിടമാണെങ്കിൽ പോലും കൃത്യമായി ആളുകൾ ഇവിടേക്ക് അമിത വേഗതയിലേക്ക് എത്തുകയും വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള അപകടങ്ങൾ വരുത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനോടകം തന്നെ ഈ വിഷയം ഹൈക്കോടതി വരെ ഇടപെടുകയും ഈ വരാപ്പുഴ പാലത്തിലുണ്ടാകുന്ന അപകടങ്ങൾ അത് കുറയ്ക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന ഒരു നിർദ്ദേശം ഗതാഗത വകുപ്പിനോടും ഇതിനോടകം തന്നെ ചോദിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാൻ ഈ പാലത്തിന് 2 സൈഡിലായിട്ടും ലൈറ്റുകൾ സ്ഥാപിക്കുക, അപകടം ആണെന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കുക, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിനോടകം മോട്ടോർ വാഹന വകുപ്പ് ചെയ്തുവെങ്കിൽ പോലും അപകടങ്ങൾ ഇപ്പോഴും കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരാഴ്ച കുറഞ്ഞത് 3 അപകടങ്ങളും ഉണ്ടാകുന്ന ഒരിടമായി മാറിക്കഴിഞ്ഞു വരാപ്പുഴ. നിരവധി തവണ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുകയും അതിൽ 2-3 പേര് മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ഈ അമിത വേഗത അല്ലെങ്കിൽ മദ്യപിച്ചുള്ള വാഹനം ഓടിക്കൽ, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് വിശദീകരിക്കുന്നത്. ഒരു സമയത്ത് തന്നെ ഈ ഭാഗത്ത്, അതായത് ഈ പാലം കയറുന്നതും ഈ പാലം ഇറങ്ങുന്ന 2 സൈഡിലായി ബാരിക്കേഡുകൾ, റോഡിന് നടുക്കായി ബാരിക്കേഡുകൾ പല ആവർത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ബാരിക്കേഡുകളെ പോലെ മറിച്ചിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ബാരിക്കേഡിലേക്ക് ഇടിച്ചു കയറ്റിക്കൊണ്ട് കാറുകളും മറ്റു വാഹനങ്ങളും ഒക്കെ കൊണ്ടുപോകുന്ന സാഹചര്യം, ആ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വീണ്ടും ബാരിക്കേഡുകൾ മാറ്റേണ്ട ഒരു സാഹചര്യം പോലും മോട്ടോർ വാഹന വകുപ്പിന് എത്തി നിൽക്കുന്ന ഒരു രീതിയിലേക്ക് വരികയാണ്. ഈ വരാപ്പുഴ പഞ്ചായത്തും മോട്ടോർ വാഹന വകുപ്പും ഒക്കെ നിരവധി തവണ യോഗം ചേരുകയും ഇവിടുത്തെ അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതല്ലാതെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഇതിൽ അധികൃതർക്ക് കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയാത്തത്? ഇവർ മാത്രം മുൻകരുതൽ എടുത്താൽ പോരാ, വാഹനം ഓടിക്കുന്നവരും കൃത്യമായി മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. ഈ വരാപ്പുഴ പാലത്തിലെ അപകടങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകുമ്പോൾ അതിൽ പലപ്പോഴും സാക്ഷികളാകേണ്ടി വരുന്നത് ഇതിന് സമീപത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ചേട്ടന്മാരാണ്. അവർക്കും പറയാനുള്ളത് ഇവിടത്തെ അപകടങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ്. ചേട്ടാ, ഈ വരാപ്പുഴ ഈ ഒരു പാലത്തിന്റെ ഭാഗത്ത് കൂടുതലായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 3-4 അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം അതിൽ കൂടുതലുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയേറെ അപകടം? കൂടുതൽ ബൈക്കാണ് ഉണ്ടാകുന്നത്. കാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റോങ് ആയിട്ടാണ് കയറി വന്നത്. നമ്മ ഇടയ്ക്ക് പോലീസുകാരില്ലാത്തപ്പോൾ നമ്മ ഇടയ്ക്ക് കൺട്രോൾ ചെയ്യാറുണ്ട്. പിന്നെ വേറെ 2 അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 2 സൈഡിൽ നിന്ന് കയറി വരുമ്പോൾ 2 തമ്മിൽ ബ്ലോക്ക് ആവും. അതുകൊണ്ട് ബ്ലോക്ക് വർദ്ധിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കൂല. പിന്നെ എങ്ങനെ ബ്ലോക്ക് മാറാതിരിക്കും? ആദ്യം തന്നെ ഇവിടുത്തെ പണികൾ തീരുമ്പോൾ ഇവിടെ ഒക്കെ റെഡിയാവും. ഒരു 1-1.5 എപ്പോഴും ബ്ലോക്ക് ആയിരിക്കുള്ളൂ. ഞങ്ങൾക്ക് ഓടാൻ തന്നെ പറ്റണല്ലോ ഇവിടെ.
ഇടയ്ക്ക് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർ പോലീസുകാരെ വിളിച്ചു പറയാറുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരും ഇത് ഇടയ്ക്ക് കൺട്രോൾ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. വല്ലാത്ത ശല്യമാണ്. ഇതെന്ന് ഇവിടെ നന്നാവും. ബസ് അമിത വേഗതയിൽ വന്ന് ബൈക്കുകാരെ ഇടിപ്പിക്കുന്നതും ഒക്കെ അല്ലേ? അതെ, അപ്പൊ ഓവർ സ്പീഡ് പതുക്കെയല്ല പോണത്. ഈ ഫ്ലൈറ്റ് പോണ മതിയാണ് ഓരോരുത്തർ കാറും ബൈക്കും കൊണ്ട് പോണത്. ലിമിറ്റഡ് ഒക്കെ പോണത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വണ്ടി തന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് കൊടുക്കേണ്ടി വരും. അതേ സൈസാണ് ലിമിറ്റഡ് പോണത്. എന്നിട്ട് വലിയ തണ്ട് വർത്താനവും പറഞ്ഞു കൊണ്ടുപോകും. നമ്മ ഓട്ടോറിക്ഷക്കാരാണല്ലോ. അതേപോലെയൊക്കെയാണ് ഇവിടുത്തെ പോക്ക്. ഇവിടെ ഇനിയിപ്പോ ശരിയാവണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പണികളൊക്കെ തീർന്നു കഴിയുമ്പോ ഇവിടെ വോക്ക് ചെയ്യും. അല്ലാതെ നമ്മ കൺട്രോൾ ചെയ്യാൻ പോലീസുകാർക്കും പറ്റൂല. പോലീസുകാർ നിന്നാലും 3-4 പോലീസുകാരെ ഇവിടെ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആ പാവങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങ കാണുന്നതാണിത്. മനസ്സിലായി, ഒരു ട്രാഫിക് വാർഡൻ ഉണ്ടാവും. അത് പാവം ഒരാൾ നിന്നിട്ട് കാര്യമില്ല. 2-3 പേര് വന്ന് ഇവിടെ കൺട്രോൾ ചെയ്യും പോലീസുകാർ. ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ അഭിപ്രായമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. നമ്മുടെ അഭിപ്രായമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഓരോ ഓട്ടോറിക്ഷ തൊഴിലാളികളോടും നിങ്ങൾക്ക് ചോദിക്കാം. ചേട്ടാ, അതോടൊപ്പം ഈ ഇടയ്ക്ക് വെച്ച് പോലീസ് ഇവിടെ ബാരിക്കേഡ് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഓവർടേക്കിംഗ് ഒഴിവാക്കാൻ. പക്ഷേ ആ ബാരിക്കേഡ് ഇടിച്ചു മാറ്റി അവിടെ അപകടം പിന്നെ അത് അപകടം ഉണ്ടാവാറുണ്ട്. അത് മാറ്റി പിന്നെ ഒരുവിധം അപകടം കുറഞ്ഞതാണ്. പിന്നെ അത് കൂടി. പിന്നെ ഹൈവേയുടെ പണി റോട്ടിലേക്ക് കയറി വന്നപ്പോ അവരതെടുത്ത് മാറ്റി. ചില ക്രെയിനൊക്കെ കയറി വരണ കാരണം മാറ്റി. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് തന്നെയാണ് ഈ നാട്ടുകാരും പറയുന്നത്. പലപ്പോഴും പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആളുകളുടെ വാഹന യാത്ര വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഓവർ സ്പീഡ് ആകുന്നു എന്നൊരു സാഹചര്യം കൂടിയാണ് ഈ അപകടങ്ങളൊക്കെ വർദ്ധിക്കാൻ കാരണം. നമ്മുടെ റോഡിന്റെ പരിമിതി അത് മനസ്സിലാക്കി തന്നെ നമ്മൾ ശ്രദ്ധയോടെ വാഹനം ഓടിച്ചാൽ ഒരു പരിധിവരെ അപകടം കുറയ്ക്കാൻ കഴിയും. ഇപ്പോൾ ഈ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായൊക്കെ റോഡുകൾ പൊട്ടിപ്പൊളിയുന്ന സാഹചര്യം, അല്ലെങ്കിൽ കൂടുതൽ വീതി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ റോഡുകൾ കുറച്ചുകൂടി ചെറുതാകുകയും അല്ലെങ്കിൽ പോകുന്നതിനും യാത്രകൾക്കൊക്കെ തടസ്സമാകും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിരത്തിലിറങ്ങിയാൽ അപകടം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിയോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി.